കിച്ചന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണോ? നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കൂന്തൽ കറിയാണ്. കൂന്തൽ കണവ എന്നൊക്കെ എല്ലായിടത്തും പറയുന്ന കൂന്തൽ കറിയാണ്. നമ്മൾ വറുത്തരച്ച് നമ്മുടേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് നമുക്കൊരു പാന് എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ വേണം. ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കിതിലേക്ക് ഒരു അല്പം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറി നല്ല ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതിനെ വറുത്തെടുക്കാം. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം. നമ്മൾ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
കുറച്ച് വെള്ളവും കൂടി, ആ ജാർ കഴുകിയ വെള്ളവും കൂടി അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പ് ഓണാക്കിയിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കൂന്തൽ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നല്ല സ്വാദിഷ്ടമായ കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നും നമ്മൾ സാധാരണ കറി രീതിയിലല്ലേ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ തിരുവനന്തപുരംകാർക്ക് ഇത് പരിചിതമുള്ളതാണ്. കാരണം വെച്ചാൽ തിരുവനന്തപുരത്ത് ഏറെക്കുറെ എല്ലായിടത്തും ഇങ്ങനെ കറി വയ്ക്കുന്നുണ്ട്. തട്ടുംപുറം കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.